ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു വ്യത്യസ്തമായ മുന്തിരി ജ്യൂസാണ്. ഇത് വളരെ ടേസ്റ്റിയുമാണ്, അതേസമയം ഹെൽത്തിയുമാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി 1/2 കിലോ മുന്തിരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കുറച്ചു നേരം ഇളം ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വെച്ചിരുന്നതാണ്. അതിനുശേഷം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അപ്പോൾ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി 1 ലിറ്റർ വെള്ളം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുന്തിരി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പൊ ഈ മുന്തിരി നന്നായി തിളച്ച് വരുമ്പോൾ ഇതിങ്ങനെ പൊട്ടി വരും. കണ്ടോ, ഇപ്പോൾ മുന്തിരിന്റെ തൊലിയെല്ലാം അയിമന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നല്ലോണം ഒരു 5 മിനിറ്റും കൂടി തിളപ്പിച്ചെടുക്കാം. ഇതിന്റെ കളറെല്ലാം ഈ വെള്ളത്തിലേക്ക് കിട്ടണം. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് വാങ്ങി വെക്കാം. അതിനുശേഷം ഈ മുന്തിരിയെല്ലാം വേറൊരു പാത്രത്തിലേക്ക് 1 ലിറ്റർ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ മുന്തിരിയും ഇതുപോലെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിന് പകരം മുന്തിരി ഒന്ന് അരിച്ചെടുത്താലും മതി. പിന്നെ മുന്തിരി എടുക്കുമ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി വേണം എടുക്കാൻ. ഒരുപാട് കീടനാശിനിയൊക്കെ തെളിച്ച് വരുന്ന ഫ്രൂട്ടാണ് മുന്തിരി. അപ്പോൾ നമുക്ക് ഈ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇത് ഇനി ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച മുന്തിരി ഒന്ന് കൈകൊണ്ടൊന്ന് ഞെരടി എടുക്കണം. ഇതിന്റെ സത്ത് മുഴുവൻ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ വെള്ളത്തിൽ മുന്തിരി ഇട്ട് തിളപ്പിച്ചെങ്കിലും അതിലെ ഫുള്ളും സത്തും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പൊ മുന്തിരിയുടെ കളറും സത്തും എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു തവി വെച്ച് ഇത് ഇളക്കി കൊടുക്കുക, എന്നാൽ കംപ്ലീറ്റ് ജ്യൂസ് നമുക്ക് കിട്ടിക്കോളും. ഇപ്പോൾ 1 ലിറ്റർ ജ്യൂസും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഷുഗർ ചേർക്കണം. അതിനുവേണ്ടി 1.5 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ 1.5 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ മുന്തിരി തിളപ്പിച്ചെടുത്തതിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിലേക്ക് കൂടിയുള്ള പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. എന്നാലും ഒരു 5 മിനിറ്റും കൂടി തിളപ്പിച്ചെടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് വാങ്ങി വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുന്തിരി ജ്യൂസിലേക്ക് ഇനി ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 മുന്തിരി ജ്യൂസും കൂടി 2 ലിറ്റർ ജ്യൂസായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തണുത്തതിന് ശേഷം കുപ്പികളിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് ഒരു മാസം വരെയൊക്കെ ഉപയോഗിക്കാം. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായൊരു ജ്യൂസ് തന്നെയാണിത്. ഇനി നമുക്കതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്താം. ഇനിയിപ്പം പുളിയും മധുരവും അല്പം കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് യൂസ് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. സൗന്ദര്യം വർദ്ധിക്കാനും രക്തം ഉണ്ടാവാനും ഒക്കെ ഏറ്റവും നല്ല ബെസ്റ്റായൊരു ജ്യൂസ് തന്നെയാണ് മുന്തിരി ജ്യൂസ്. ഇതൊരു മാസം അടുപ്പിച്ച് യൂസ് ചെയ്താൽ അതിൻ്റെ വ്യത്യാസം നമുക്ക് ശരിക്കും കാണാൻ പറ്റും. നല്ല ഒരു ഹെൽത്തി ജ്യൂസാണിത്. അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. ഇനി ഇതുപോലുള്ള റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.